നിങ്ങൾ അമേരിക്കപ്പൊടി എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് അമേരിക്കപ്പൊടി? കൊച്ചിയിൽ നിന്നും മൻസൂർ നൈന. ഇന്ന് മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ലെയർ പൊറോട്ട മുതൽ ബേക്കറിയിലെ കേക്കുകളും ബിസ്ക്കറ്റുകളും വരെ ഉണ്ടാക്കുന്നത് മൈദയിലാണ്. എന്നാൽ പഴയ തലമുറയിലെ ആളുകൾ ഈ വെളുത്ത പൊടിയെ അമേരിക്കൻ പൊടി അല്ലെങ്കിൽ അമേരിക്കപ്പൊടി എന്ന് വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ആ പേരിന് പിന്നിലെ രഹസ്യം? മലയാളിക്ക് മൈദ പരിചയപ്പെടുത്തിയ ആ കൊച്ചു ചരിത്രം പറയാം. ഗോതമ്പിൻ്റെ തവിടും മുളയും പൂർണ്ണമായും കളഞ്ഞ് ഉള്ളിലെ വെളുത്ത ഭാഗം മാത്രം അതീവ മൃദുവായി പൊടിച്ച് ബ്ലീച്ച് ചെയ്തെടുത്തതാണ് മൈദ. ഈ പ്രോസസ്സിലൂടെയാണ് അതിന് പട്ടുപോലെയുള്ള വെളുത്ത നിറം ലഭിക്കുന്നത്. മൈദയിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂട്ടൻ എന്ന പ്രോട്ടീൻ്റെ ഇലാസ്തികതയാണ് പൊറോട്ടയ്ക്ക് ആ ലെയറുകളും മയവും സമ്മാനിക്കുന്നത്. കടുത്ത പട്ടിണിയുടെ വറുതിയുടെ കാലമുണ്ടായിരുന്നു നമുക്ക്. 1940-കൾ ബർമ അഥവാ ഇന്നത്തെ മ്യാൻമാർ ജാപ്പാൻ്റെ കീഴിലായതോടെ ബർമ റൈസ് ഇറക്കുമതി നിലച്ചു. തിരുവിതാംകൂറിലും കൊച്ചിയിലും കടുത്ത ഭക്ഷ്യക്ഷാമവും പട്ടിണിയും ഉണ്ടായി. ലക്ഷക്കണക്കിനധികം മരണങ്ങൾ ഉണ്ടായതായി ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. ഇതോടെ റേഷൻ വ്യവസ്ഥ കർശനമായി നടപ്പിലാക്കി. 1950-കളിലും 60-കളിലും ഇന്ത്യയിൽ വീണ്ടും ഭക്ഷ്യപ്രതിസന്ധി രൂക്ഷമായി. സ്വാതന്ത്ര്യാനന്തരം ജനസംഖ്യാ വർധനവ്, മോശം മൺസൂൺ, വിഭജനത്തോടെ പഞ്ചാബ് ഗോതമ്പ് മേഖലകളുടെ നഷ്ടം എന്നിവയെല്ലാം പ്രതിസന്ധി രൂക്ഷമാക്കി. കേരളത്തിൽ റേഷൻ സിസ്റ്റം തുടർന്നു. ഈ സമയത്ത് അമേരിക്കൻ ഐക്യനാടുകൾ പബ്ലിക് ലോ 480 ഫുഡ് ഫോർ പീസ് എന്ന പദ്ധതി പ്രകാരം ഇന്ത്യയിലേക്ക് വൻതോതിൽ ഗോതമ്പും ഗോതമ്പുൽപ്പന്നങ്ങളും കപ്പൽ മാർഗം കയറ്റി അയച്ചു. റേഷൻ കടകൾ വഴിയും ചില ക്ഷേമ പദ്ധതികൾ വഴിയും ഗോതമ്പിൽ നിന്ന് നിർമ്മിച്ചെടുത്ത മൈദ വൻതോതിൽ വിതരണം ചെയ്യപ്പെട്ടു. മലയാളി ഈ വെളുത്ത പൊടിയെ സ്നേഹത്തോടെ അമേരിക്കപ്പൊടി എന്ന് വിളിച്ചു. അമേരിക്കയിൽ നിന്നെത്തിയതിനാലാണ് അമേരിക്കപ്പൊടി എന്ന ഈ പേരിൻ്റെ പശ്ചാത്തലമായി പൊതുവെ കരുതപ്പെടുന്നത്. മൈദ എന്ന പേര് സർവ്വസാധാരണമെങ്കിലും പഴയ തലമുറയിലെ ആളുകൾ ഇതിനെ അമേരിക്കപ്പൊടി എന്ന് തന്നെയാണ് ഇന്നും വിളിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പബ്ലിക് ലോ 480 പ്രകാരം അമേരിക്കയിൽ നിന്നും കപ്പൽ കയറി വന്ന് മലയാളിയുടെ വിശപ്പ് മാറ്റിയ വെളുത്ത ഗോതമ്പ് പൊടി അഥവാ ഇന്നത്തെ മൈദയാണ് ഒരു കാലത്തെ അമേരിക്കപ്പൊടി. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചിരുന്ന രാജ്യങ്ങളിൽ ഒന്നായിരുന്നു അന്ന് അമേരിക്കൻ ഐക്യനാടുകൾ. അമേരിക്കയിലെ വടക്കൻ സമതലങ്ങളായ നോർത്ത് ഡക്കോട്ട, കാൻസസ്, സൗത്ത് ഡക്കോട്ട, നെബ്രാസ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽക്കേ വൻതോതിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. ഈ മേഖലകളെ ലോകത്തിൻ്റെ ധാന്യപ്പുര അഥവാ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. 1950-കളായപ്പോഴേക്കും ട്രാക്ടറുകളുടെ ഉപയോഗം, പുതിയ തരം വിത്തുകൾ, ആധുനിക വളങ്ങൾ എന്നിവ കാരണം അമേരിക്കയിലെ ഗോതമ്പ് ഉൽപ്പാദനം റെക്കോർഡ് നിരക്കിലേക്കെത്തി. 1960-കളിൽ മാത്രം അമേരിക്കയിൽ ദശലക്ഷക്കണക്കിന് ടൺ ഗോതമ്പാണ് ഉൽപ്പാദിപ്പിച്ചത്. ഈ സാഹചര്യത്തിലാണ് 1954-ൽ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡ്വൈറ്റ് ഡി ഐസൻഹോവർ PL 480 നിയമത്തിൽ ഒപ്പുവെക്കുന്നത്. ഇതനുസരിച്ച് തങ്ങളുടെ കൈവശം കെട്ടിക്കിടന്നിരുന്ന അധിക ഗോതമ്പ് പട്ടിണി അനുഭവിക്കുന്ന സൗഹൃദ രാജ്യങ്ങൾക്ക് സഹായമായി നൽകാൻ അമേരിക്ക തീരുമാനിച്ചു. ഇതിന് പിന്നിൽ മനുഷ്യത്വപരമായ കാരണങ്ങൾക്കൊപ്പം ശീതയുദ്ധകാല തന്ത്രങ്ങളും ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. ദരിദ്ര രാജ്യങ്ങൾക്ക് ഭക്ഷണം നൽകി അവരെ തങ്ങളുടെ ചേരിയിലേക്ക് ആകർഷിക്കുക, കമ്മ്യൂണിസ്റ്റ് സ്വാധീനവും വ്യാപനവും തടയുക എന്നിവയായിരുന്നു ലക്ഷ്യം. 1956 മുതൽ 60 വരെയുള്ള ആദ്യകാല കരാറുകൾ വഴി ഏകദേശം 11.8 മില്യൺ മെട്രിക് ടൺ ഗോതമ്പാണ് അമേരിക്ക ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചത്. ഇനി അടുത്ത തവണ നിങ്ങൾ നല്ല ചൂട് പൊറോട്ടയോ ബേക്കറിയിലെ കേക്കോ ബിസ്ക്കറ്റോ കഴിക്കുമ്പോൾ ഓർക്കുക, അതിന് പിന്നിൽ ലോക ചരിത്രത്തെയും രാഷ്ട്രീയത്തെയും മാറ്റിമറിച്ച ഒരു വലിയ കപ്പൽ യാത്രയുടെ കഥയുണ്ട്, ചരിത്രമുണ്ട്. നമസ്കാരം.